അതോടൊപ്പം തന്നെ നേരത്തെ പലതവണ നമ്മൾ വിശകലനം ചെയ്തതാണ്. മലയാളം സിനിമാ ഇൻഡസ്ട്രിയുമായി താരസംഘടന അടക്കമുള്ളവരുമായി ഒരൽപ്പം അകൽച്ചയിൽ നിന്നിരുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആ അകൽച്ചയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ അടുപ്പത്തിലേക്ക് അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിനോടൊപ്പം വെള്ളിത്തിര പങ്കിട്ട പ്രധാനപ്പെട്ട താരങ്ങളുമായിട്ടുള്ള ആ സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരെല്ലാവരും ഈ വിവാഹ ചടങ്ങിലേക്ക്, ഈ താലികെട്ട് ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഒരിക്കൽ കൂടി CV അനുമോദിലേക്ക്. അനുമോദ്, വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ന്യൂസ് 8 മാത്രമുള്ള ആ ദൃശ്യങ്ങൾ ഇത് പ്രേക്ഷകരിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുന്നു. 1 മണിക്കൂർ സമയമാണോ ഉള്ളത് താലികെട്ടിനായിട്ടുള്ളത്? മുഹൂർത്തം ആ 1 മണിക്കൂറിനിടയിലാണോ? അപർണ, അദ്ദേഹം ദർശനം പൂർത്തിയാക്കി ശ്രീവത്സത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹം അല്പസമയത്തിന് ശേഷം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം തിരിച്ചെത്തും. ഇനി 15 മിനിറ്റ് അദ്ദേഹം ശ്രീവത്സത്തിലായിരിക്കും ഉണ്ടാവുക. ദേവസ്വം അധികൃതർ അവിടെ വെച്ച് ശ്രീവത്സത്തിൽ വെച്ച് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തിന് മുൻപിൽ നിവേദനങ്ങൾ സമർപ്പിക്കും. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വസ്ത്രം മാറി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിന് മുൻപിലേക്ക് വരും. നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ഈ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്ന വിവാഹത്തിന്റെ വേദിയുടെ ദൃശ്യങ്ങളാണ്. കിഴക്കേ നടയിലുള്ള 1ാമത്തെ വിവാഹവേദിയിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നടക്കുക, താലികെട്ട് നടക്കുക. അല്പസമയത്തിന് ശേഷം നരേന്ദ്രമോദി തിരിച്ചെത്തിയതിനു ശേഷമാകും അവിടെ വിവാഹ ചടങ്ങുകൾ തുടങ്ങുക. ഈ ഒരു താലികെട്ട് നടക്കുന്ന മണ്ഡപത്തിന്റെ മറുവശത്തായി ഇടതുവശത്തായിട്ടാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉള്ളത്. ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ബിജു മേനോനും അടങ്ങുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ എല്ലാം, പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഈ വിവാഹത്തിന് സാക്ഷിയാകാൻ കാത്തിരിക്കുക. അവിടെ ക്ഷണിക്കപ്പെട്ട 30-ൽ താഴെ പേർക്ക് മാത്രമാണ് ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാനുള്ള അവസരം ഉള്ളത്. കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ, അത്തരത്തിൽ കൃത്യമായ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അനുവാദമുള്ളവർക്ക് മാത്രമാണ് അവിടെ നിൽക്കാൻ കഴിയുക. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. മറ്റാർക്കും ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ അല്പസമയത്തിനുള്ളിൽ എത്തിക്കാൻ കഴിയുമെന്നും നമുക്ക് പറയാം. വലിയ മുന്നൊരുക്കങ്ങൾ, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, ഗുരുവായൂർ ഇതുവരെ കാണാത്തത്ര വലിയ സുരക്ഷാ സന്നാഹങ്ങൾ. 2 ആഴ്ച മുൻപ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ പോലും ഇത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് പറയാനാകും. അത്രമാത്രം മുന്നൊരുക്കത്തോടെയാണ് പോലീസ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ തീർത്തിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട വളരെ വിരലിലെണ്ണാവുന്നവർ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അത്രയും വിശിഷ്ടാതിഥികൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ഗുരുവായൂർ അമ്പലനടയിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ ദൃശ്യങ്ങൾ ഇതാ വിവാഹവേദി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭാഗ്യ സുരേഷിന്റെ ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടെത്തും. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹം വസ്ത്രം മാറിയതിനു ശേഷം അദ്ദേഹം എത്തും താലികെട്ട് ചടങ്ങിൽ സാന്നിധ്യം വ്യക്തമാക്കാനായി. ആ ദൃശ്യങ്ങളും നമുക്ക് വ്യക്തമാകും. അനുമോദ്, പ്രധാനപ്പെട്ട താരനിര ആരെല്ലാമാണ് പങ്കെടുക്കുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ളവരുടെ സാന്നിധ്യം താലികെട്ട് ചടങ്ങിന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ, അതെല്ലാം സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കൂടി തന്നെയല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും കുടുംബ സമേതമാണ് വിവാഹത്തിൽ പങ്കെടുക്കുക. സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് ഈ ഒരു താരങ്ങളുടെ സാന്നിധ്യം ഏറെ വിശിഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഈ ഓഡിറ്റോറിയത്തിലെത്തി അല്ലെങ്കിൽ ഹോട്ടലിലെത്തി ഇവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വലിയ സ്വീകാര്യതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവരുടെ 3 പേരുടെയും ഒരുമിച്ചുള്ള ആ ഫോട്ടോ ചിത്രങ്ങൾക്കും വീഡിയോസിനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയെ ഈ 2 താരങ്ങളും മമ്മൂട്ടിയും മോഹൻലാലും ചേർത്ത് പിടിക്കുമ്പോൾ അത് നമ്മൾ ഒരു കാലത്ത് ഈ ഒരു 3 താരങ്ങളും ഉണ്ടാക്കിയ വെള്ളിത്തിരയിലുണ്ടാക്കിയ തരംഗം, ആ ഒരു ചലനം,
അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകന് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് അവർ എത്തിച്ചേരുന്നു. സിനിമയിലെ മലയാള സിനിമയുടെ നെടുംതൂണുകൾ എല്ലാവരും എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം, അതുണ്ടാക്കുന്ന ഒരു ചലനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഈ ഒരു വിവാഹവേദിയെ വിശിഷ്ടപ്പെട്ടതാക്കുന്നു, അല്ലെങ്കിൽ വളരെ വേറിട്ടതാക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഷാജി കൈലാസും ബിജു മേനോനും പോലെ സുരേഷ് ഗോപിയോട് വളരെ അടുപ്പം പുലർത്തുന്ന, കാലങ്ങളായി സൗഹൃദം സൂക്ഷിക്കുന്നവരും കുടുംബസമേതം ഈ ഒരു ചടങ്ങിനെത്തും എന്നാണ് അറിയുന്നത്. ഒരു വശത്ത് നരേന്ദ്രമോദിയെ പോലെ ലോകാരാധനായ, ലോകത്തിലെ ഏറ്റവും വിശിഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ പങ്കെടുക്കുന്നു. അവർക്കൊപ്പം മലയാള സിനിമയുടെ നെടുംതൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരങ്ങളെല്ലാം മറുവശത്ത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തുന്നു. ഇത് വലിയ ഒരു ചടങ്ങാകുന്നത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്.